വന്ദേ മാതരത്തിന്റെ അവസാന ഭാഗം ചൊല്ലരുതെന്ന് പറയുന്നത്, അത് സ്വീകരിക്കാൻ AICC ആസ്ഥാനത്ത് പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് കഴിയാത്തതിനെ ന്യായീകരിക്കാൻ K മുരളീധരനെ പോലുള്ളവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യമെന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്, അതിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുന്ന BJPയുടെ രീതിയിൽ തന്നെ കോൺഗ്രസ് പോയാലോ? AICC ഓഫീസിൽ വന്ദേമാതരം ചൊല്ലുന്ന സമയത്ത് അത് പൂർണ്ണ രൂപത്തിൽ ചൊല്ലാൻ പാടില്ല എന്നറിയാത്തവരല്ലല്ലോ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ. ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണെങ്കിലും അത് ആദ്യം AICCയുടെ ഓഫീസിൽ നടത്തുന്ന ചടങ്ങിൽ പാടുന്നതിന് മുമ്പ് പരിശോധിക്കണ്ടേ? പ്രത്യേകിച്ച് വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ പരിശോധിച്ചില്ല. സോണിയാഗാന്ധിക്കും ഖാർഗെക്കും കൈകൊണ്ട് കാണിക്കേണ്ടി വന്നു നിർത്താൻ അവസാന ഭാഗം ചൊല്ലുമ്പോൾ. എന്തുകൊണ്ടാണ് ഗാന്ധിജിയും നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറിന്റെ അഭിപ്രായം തേടിക്കൊണ്ടും അംബേദ്കറുടെ അഭിപ്രായം തേടിക്കൊണ്ടും ആ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ അവസാന ഭാഗം ചൊല്ലരുതെന്ന് പറയുന്നത്? അത് ഒരു മതത്തിന്റെ മാത്രം ദേവതകളെ പ്രകീർത്തിക്കുന്ന ഭാഗമാണ്. 7 മതങ്ങളുണ്ട് ഇന്ത്യയിൽ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും ജാൻസി മതക്കാരും പാഴ്സി മതക്കാരും ഉൾപ്പെടെയുള്ള 7 മതക്കാരുള്ള ഒരു രാജ്യത്ത് ഏക മത ദേവതകളെ കുറിച്ച് ചൊല്ലിയാൽ, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ അങ്ങനെ ചൊല്ലുമ്പോൾ നാനാജാതി മതസ്ഥരുള്ള കുട്ടികൾ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുമോ? മദ്രസയും എയ്ഡഡ് സ്കൂളും ഒരു കോമ്പൗണ്ടിലാണ്. മദ്രസയുടെ സമയത്ത് ആ കുട്ടികൾ മദ്രസ പഠിക്കാൻ പോകും. മറ്റ് സമയങ്ങളിലെല്ലാം ഈ എയ്ഡഡ് സ്കൂളിൽ പഠിക്കും. അവിടെ പോലും ഇത് ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ അയച്ചവരല്ലേ VD സതീശൻ്റെ സർക്കാർ? പ്രതിഷേധം കൊണ്ടല്ലേ ഇന്നലെ രാത്രി ആ ഉത്തരവ് താഴെ കൊടുക്കാതെ ദേശീയഗാനം മാത്രം ചൊല്ലണമെന്ന് പറയേണ്ടി വന്നത്? അപ്പോൾ അവസാനത്തെ ചരണങ്ങൾ 10 ആയുധങ്ങളോടുകൂടിയുള്ള ദുർഗാദേവിയാണ് ഭാരതഭൂമിയുടെ മാതാവെന്നും, അറിവിന്റെ ദേവതയായ സരസ്വതിയാണ് ഭാരത മാതാവെന്നും, സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മി ദേവിയാണ് നമ്മുടെ മാതാവെന്നും പ്രകീർത്തിക്കുന്ന അവസാനത്തെ ചരണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അത് മുഴുവൻ ഒരു മതത്തിൻ്റെ ദേവതകളെ പ്രകീർത്തിക്കുന്നതാണ്. അത് ഏക മത ദേവതകൾ മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ സൃഷ്ടിക്കും. ബഹുദൈവ പ്രതീകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല അത് എന്നതുകൊണ്ടാണ് അത് പാടില്ലെന്ന് ഗാന്ധിജി, നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, അംബേദ്കർ ഇവരെല്ലാം അക്കാലത്ത് പറഞ്ഞത്. അത് സ്വീകരിക്കാൻ AICC ആസ്ഥാനത്ത് പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് കഴിയാത്തതിനെ ന്യായീകരിക്കാൻ K മുരളീധരനെ പോലുള്ളവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? ജയറാം രമേശ് പറഞ്ഞു, സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് കസേരക്ക് വേണ്ടിയാണ്. എന്തെല്ലാം വിഡ്ഢിത്തമാണ് പുലമ്പുന്നത്. അപ്പോഴാണ് ചാനലുകാർ സോണിയ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാതി ബന്ധ BJPയാണ്. ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ രാത്രിയാവുമ്പോൾ BJPയിൽ എത്തുന്നവരാണ്. നാളെ വരെ കാത്തിരിക്കൂല. അവരാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. വനിത കൂടി പ്രസംഗിക്കാനുണ്ട്.